കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉം. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വിജയം നമുക്ക് ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞൊരു ജില്ല ആലപ്പുഴ ജില്ലയാണ്. അതെ അതെ പക്ഷേ ആ 2 തെരഞ്ഞെടുപ്പിലും നിർഭാഗ്യവശാൽ നമുക്ക് നഷ്ടപ്പെട്ട ജില്ലയിലെ ഒരു മണ്ഡലം ഹരിപ്പാട് നിയമസഭാ മണ്ഡലമാണ്. എന്നാൽ ഇത്തവണ ഹരിപ്പാട്ടെ ഇടതുപക്ഷ പ്രവർത്തകർ എന്നതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ ആവേശമാണ്. യുവജന രംഗത്ത് AYF സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലെല്ലാം സജീവമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സഖാവ് തന്നെ ഹരിപ്പാട്ട് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധിയായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളോട് ഹരിപ്പാട്ടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ അങ്ങയുടെ വിജയത്തിന് വേണ്ടി, ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ പോസിറ്റീവായ റെസ്പോൺസ് വരുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കുകയാണ്? തീർച്ചയായും വലിയ ഒരു ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ കേരളം ഇന്ന് വലിയ വികസന കുതിപ്പിലേക്ക്, സമാനതകളില്ലാത്ത വികസന കുതിപ്പിലേക്ക് നടന്നു പോകുന്ന കാഴ്ചകളും അനുഭവങ്ങളും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നമുക്ക് 9 മണ്ഡലങ്ങളുള്ളതിൽ 8 മണ്ഡലങ്ങളിലും ആ വികസന കുതിപ്പ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികളും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹരിപ്പാട് ജനങ്ങൾ ഈ വികസന കുതിപ്പ് നടത്തുന്ന സാഹചര്യത്തിൽ ഹരിപ്പാടിലെ ജനങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകുകയാണ്. കാരണം ഗവൺമെൻറ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഹരിപ്പാട് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ MLA എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ആ മണ്ഡലത്തിലേക്ക് വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ജനപ്രതിനിധി എന്ന രീതിയിൽ MLA ആണ്. തീർച്ചയായും. അപ്പോൾ അദ്ദേഹം അതിനകത്തെടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ രാഷ്ട്രീയമായ സങ്കുചിതമായ താല്പര്യങ്ങളായിരിക്കാം. ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലങ്ങളിലേക്ക് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയമായിരിക്കാം അദ്ദേഹത്തെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ ഹരിപ്പാട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും മടി കാണിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാനിപ്പോൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 25 വർഷത്തിലധികമായി. ക്യാപ്റ്റനും അതെ അതെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം പ്രവർത്തകനായി ഹരിപ്പാട് മണ്ഡലത്തിൽ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു വർഷമായി പാർട്ടിയുടെ ചുമതലകൾ കൂടി നിർവഹിച്ചുകൊണ്ട് ഹരിപ്പാട് മണ്ഡലത്തിൽ തന്നെ ഡാണാപ്പിടി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ച് ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഇടപെടുന്നതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കുറേ കൂടി വളരെ ശക്തമായ അഭിപ്രായങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് വികസന പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. കുടിവെള്ളമില്ല, അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ റോഡുകൾ, പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളുള്ള റോഡുകളെല്ലാം തകർന്നു കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊരു കാർഷിക മേഖല കൂടി ആയതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുടെ ഒരു സമഗ്രമായ ഇടപെടൽ, പുറംബണ്ട് നിർമ്മാണം, അങ്ങനെ ജനങ്ങൾക്ക്, പിന്നെ തീരദേശ മേഖലയിൽ തീരസംരക്ഷണ ഭിത്തി, ഇതൊക്കെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം UDFൻ്റെ കാലഘട്ടത്തിൽ അടച്ചുപൂട്ടപ്പെട്ട ഈ സ്കൂളുകളെല്ലാം ഇന്ന് തുറന്ന് പ്രവർത്തിച്ചു. 11 ലക്ഷത്തിലധികം കുട്ടികൾ തിരികെ സ്കൂളിലേക്ക് വന്നു. നേരത്തെ ഡ്രോപ്പ് ഔട്ടിലൂടെ അധ്യാപകരുടെ ജോലി ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറി. ഇന്ന് അത്തരം സ്കൂളുകളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെട്ടു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രൊഫഷണൽ കോളേജുകളും മറ്റ് അനുബന്ധ കോഴ്സുകളുമെല്ലാം ആരംഭിക്കപ്പെടുന്ന സാഹചര്യം. പക്ഷെ ഹരിപ്പാടിന് അങ്ങനെ ഒരു ഭാഗ്യമില്ല എന്നുള്ളതാണ്. ഹരിപ്പാടിന് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പോൾ പിന്നെ IHRDയുടെ കോളേജ്, അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിപ്പാട് ഒരു ITO ഉണ്ട്. ഗവൺമെൻറ് അതിനെ വളരെ ഗൗരവത്തോടുകൂടിയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് 10 കോടി രൂപ ITയുടെ വികസനത്തിന് വേണ്ടിയിട്ടും കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും മാറ്റിവെച്ചത്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഇടപെടുമ്പോഴും അതിനുവേണ്ടി ഒരു പ്രൊപ്പോസൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ഇന്ന കോഴ്സുകൾ എൻ്റെ മണ്ഡലത്തിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊപ്പോസൽ കൊടുത്ത് അതിൻ്റെ ഒരു ഇടപെടൽ നടത്താൻ പലപ്പോഴും ജനപ്രതിനിധിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങ് ഹരിപ്പാട് മണ്ഡലത്തിൽ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി അല്ലാതെ എല്ലാം ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്ഥിരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഹരിപ്പാട്ടെ ജനങ്ങൾ സ്ഥിരം പറയുന്ന പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്, ഇപ്പോൾ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ തന്നെ അവർ പറയുന്നതും നമ്മളിപ്പോൾ പൊതുവിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതും ഒരു വിസിറ്റിംഗ് MLA ആണ് ഹരിപ്പാട് എന്നതാണ്. അപ്പോൾ ഒരു വിസിറ്റിംഗ് MLA ആയി നിൽക്കുമ്പോൾ ഇപ്പോൾ അങ്ങ് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ഹരിപ്പാട് അനുഭവിക്കുന്ന ഈ വികസന മുരടിപ്പിൻ്റെയും
ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം താമസിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഹരിപ്പാടിൻ്റെ MLA ഒരു വിസിറ്റിംഗ് MLA ആണ്. അത് സംഘടനാപരമായ ചുമതലകൾ ഒരുപാടുണ്ട്. സ്വാഭാവികമായി സംഘടനാ ചുമതല നിർവഹിക്കുന്ന ഒരുപാട് പേർ MLA-മാരായി പല സ്ഥലങ്ങളിലിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംഘടനാ ചുമതല നിർവഹിക്കുമ്പോൾ തന്നെ അദ്ദേഹം സംസ്ഥാനത്തും രാജ്യത്തും എല്ലാ കേന്ദ്രങ്ങളിലും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുമ്പോഴും എന്തോ ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് ഒന്ന് വരുന്നതിന്, ജനങ്ങളോട് സംസാരിക്കുന്നതിന്, അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന്, അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതും ഹരിപ്പാട്ടെ ജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രയാസമാണ്. ഇപ്പോൾ ഹരിപ്പാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് ആണ് ഏറ്റവും രസകരമായ ഫ്ലെക്സ് ബോർഡുകൾ കണ്ടാൽ അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് ഹൃദയത്തിലാണ് ഹരിപ്പാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ ഇവിടുത്തെ MLA എഴുതി, ഹൃദയത്തിലാണ് ഹരിപ്പാട്. പക്ഷേ നിർഭാഗ്യവശാൽ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ആ ടാഗ് ലൈൻ അപ്പുറമാണ്. ഹൃദയത്തിലാണ് ഹരിപ്പാട് എന്നത് ഈ MLA എന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയ കാലയളവാണ് ഒരു കഴിഞ്ഞ 20 വർഷക്കാലം അദ്ദേഹത്തിന് തുടർച്ചയായി എടുത്തതെന്ന് പറയും. ഇതിന് ബദലായി ജനങ്ങൾക്ക് ഒരു MLA ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇവിടെ പൂർണ്ണമായി കേന്ദ്രീകരിച്ച് ആ പ്രവർത്തന രീതി എങ്ങനെയാണ് ജനങ്ങളോട്? തീർച്ചയായും ഇപ്പോൾ ശിവപ്രസാദ് പറഞ്ഞത് വളരെ ശരിയായ ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. വളരെ ശരിയായ ചോദ്യമാണ്. കാരണം എനിക്കും പല ഘട്ടങ്ങളിലും അതിൻ്റെ ഒരു ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ വികസന ക്ഷേമ പദ്ധതികളൊക്കെയായി ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്. 24 മണിക്കൂറും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ആളാണ് MLA. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഹൃദയത്തിലാണ് ഹരിപ്പാട് എന്നെല്ലാം പോസ്റ്ററുകളിലും ഫ്ലെക്സ് ബോർഡുകളിലും എല്ലാം വാചകങ്ങൾ എഴുതാൻ നമുക്ക് വളരെ തെരഞ്ഞെടുപ്പ് അതെല്ലാം വളരെ എളുപ്പമാണ്. പക്ഷേ ജനങ്ങളോടൊപ്പം നിൽക്കുക, ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം. കാരണം ഇപ്പോൾ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ തൃക്കുന്നപ്പുഴ പാലം. തൃക്കുന്നപ്പുഴ പാലം കാരണം ആറാട്ടുപുഴ പഞ്ചായത്തിനെയും തൃക്കുന്നപ്പുഴ പ്രദേശത്തെയും ഹരിപ്പാടിൻ്റെ 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ്. പണ്ടാ റോഡിലൂടെ പോകുമ്പോൾ ചെറുപ്പക്കാർ വോളിബോൾ കളിച്ചിട്ട് കൊണ്ടൊരു പില്ലർ അടിച്ചതിന് ശേഷം പില്ലറിൽ നിന്ന് മുകളിലോട്ട്. അപ്പോൾ കേരളത്തിൽ 2000-ലധികം ചെറുതും വലുതുമായ പാലങ്ങൾ. ഇപ്പോൾ ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലമാണ്, എൻ്റെ നാട്ടിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അത്തരം പാലങ്ങൾ ഈ ഗവൺമെൻറ് പണി കഴിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം എല്ലാം പൂർത്തീകരിച്ചു. പക്ഷേ 4 പേര് കൈപിടിച്ചാൽ എത്തുന്ന തൃക്കുന്നപ്പുഴ പാലം എന്തുകൊണ്ടിങ്ങനെ ശാപമോക്ഷം കാത്ത് കിടക്കേണ്ടി വരുന്ന സാർ. കാരണം ഞാൻ മനസ്സിലാക്കുന്ന 9 യോഗങ്ങൾ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിൽ വിളിച്ചു ചേർക്കുന്നുണ്ടായി. അതിൽ ഈ യോഗങ്ങൾ ഏറ്റവും മുൻകൈ എടുത്ത് വിളിക്കേണ്ട MLA പങ്കെടുത്തത് 2 യോഗങ്ങളിലാണ്. ബാക്കിയെല്ലാം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അവസാനം ജനങ്ങളുടെ പരാതി ഈ ബോധ്യപ്പെട്ട് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളെല്ലാം അതിനകത്ത്, കാരണം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രവർത്തനങ്ങളൊക്കെ പോകുമ്പോൾ ജനങ്ങൾ അവരുടെ ഏറ്റവും വലിയൊരു പരാതിയായി പറയുന്നത് ഈ പാലത്തിൻ്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ LDF-ഉം ജനങ്ങളും എല്ലാം ഇടപെട്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചു ചേർത്ത് ഇത് ഈ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള നടപടി സ്വീകരിച്ചു. അപ്പോൾ ഒരു മണ്ഡലത്തിലെ ഒരു ചെറിയൊരു പാലത്തിൻ്റെ നിർമ്മാണം പോലും അത് ഇത്രയധികം 10,000-കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാത്ത, അതിപ്പോൾ ഹരിപ്പാട് ഇപ്പോൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ പോരായ്മയാണ്. പക്ഷേ മറ്റെല്ലാ സ്ഥലങ്ങളിലും വലിയ പാലങ്ങൾ ഉൾപ്പെടെ പണി പൂർത്തീകരിച്ചു. ഞാൻ അതിൻ്റെ ചെറിയൊരു കാര്യം സൂചിപ്പിക്കാം. കാരണം ഫ്ലഡ് വന്നതിന് ശേഷം പാലങ്ങളുടെ ഹൈറ്റ് കൂട്ടണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ബഡ്ജറ്റിന് അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് അധിക തുക അലോക്കേറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നം. അപ്പോൾ അത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് അധിക തുക അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ അവിടുത്തെ MLA-ക്ക് നടത്താൻ കഴിയുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിനകത്ത് അത് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് ഞാൻ പ്രസംഗത്തിലും എല്ലാം പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു വിസിറ്റിംഗ് MLA ആയിരിക്കില്ല തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ. ഈ മണ്ഡലത്തിൽ നിങ്ങളോടൊപ്പം 24 മണിക്കൂറും ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസം, നമ്മൾ സാധാരണ മരണത്തിനും എല്ലാം ഈ മണ്ഡലത്തിലാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരും എല്ലാം മരണപ്പെടുമ്പോൾ നമ്മളവിടെ എല്ലാം പോകാറുണ്ട്. പക്ഷേ അത് പോകുന്നത് ആ മരണപ്പെട്ട കുടുംബത്തോടും അവരോടുമൊക്കെയുള്ള നമ്മളൊരു വ്യക്തി ബന്ധവും സ്നേഹവും എല്ലാമാണ്. ഇപ്പോൾ ഒരുപക്ഷെ സ്ഥലത്തില്ലാതെ വന്നാൽ നമ്മൾ തൊട്ടടുത്ത ദിവസം അവിടെ പോവുക എന്നുള്ളത്. പക്ഷെ ഞാനിവിടെ കേരളത്തിലെന്നല്ല, എനിക്ക് ഒരുപക്ഷെ രാജ്യത്ത് ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടോ എന്നറിയത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ ഒരു റീത്ത് കൊടുത്ത് വിടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു MLA എന്നുള്ളതിൽ, അതായത് ഒരു റീത്ത് കൊടുത്ത് വിടുക എന്നുള്ളതാണ് ഒരു MLA ഉത്തരവാദിത്വം.
ഇത് ഹരിപ്പാട് ജനങ്ങൾ, ബാക്കി എല്ലാ ജനപ്രതിനിധികളും നേരിട്ട് പോവുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റീത്ത് ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു MLA വേണമോ എന്നുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ പോലും മണ്ഡലത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് തിരുനെങ്കിൽ അദ്ദേഹത്തിന് മരണവീടുകളിൽ പോകാൻ കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണെങ്കിലും പിന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം സമ്പൂർണ്ണമായ പരാജയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അവർക്ക് നാട്ടിൽ നടക്കുന്ന വികസനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് അത് എത്തുന്നില്ല. ഇപ്പോൾ കുടിവെള്ളമില്ല. നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി, താലൂക്ക് ആശുപത്രി ഈ ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികളെല്ലാം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. 8-9 നിലകളിലായി. അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന മോർച്ചറിയാണ്. ഒരാശുപത്രിയിലും അങ്ങനെയില്ല. കാരണം അത്യാഹിതമാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അതെ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇപ്പോൾ KSRTC സ്റ്റാൻഡ്, അതിൻ്റെ കഥ പറഞ്ഞ ബഹുരസമാണ്. അതെ. KSRTC സ്റ്റാൻഡ് ഇന്നിപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ബാങ്കിൻ്റെ ഒരു ശാഖ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ് KSRTC സ്റ്റാൻഡിൻ്റെ പ്രത്യേകത. മറ്റെല്ലാ സ്ഥലങ്ങളിലും വളരെ മനോഹരമായി ആ സ്റ്റാൻഡുകൾ നവീകരിക്കപ്പെടുമ്പോഴും ഹരിപ്പാട് സ്റ്റാൻഡിൻ്റെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു 2-3 പാലങ്ങൾ പൊളിക്കേണ്ടതായി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ നിർമ്മിച്ച പാലങ്ങൾക്കകത്ത് അശാസ്ത്രീയമായ ഒരു ഇടപെടൽ MLAയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്ന് ആ പാലങ്ങൾ ഇപ്പോൾ പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യം പോലും ഈ മണ്ഡലത്തിലുണ്ടായി. അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ ഏറ്റവും സമീപ പ്രദേശത്തുള്ള 3 മണ്ഡലങ്ങൾ എടുത്താൽ ഒന്ന് അമ്പലപ്പുഴ, മറ്റൊന്ന് മാവേലിക്കരയാണ്, തൊട്ടപ്പുറത്ത് കായംകുളവും. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് സാധാരണഗതിയിൽ കേരളത്തിനകത്തുണ്ടായ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ കണ്ടത് 140 മണ്ഡലങ്ങളിലേക്കും ഒരുപോലെ വികസന പദ്ധതികൾ കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 2 വർഷക്കാലത്തെ ഇടതുപക്ഷ. അതിലൊരു രാഷ്ട്രീയ ഭേദവും നമ്മൾ കണ്ടിട്ടില്ല. അതാണ് കേരളത്തിലെ എല്ലാ MLAമാരും പറയാറുള്ളത്. ഒരു തവണ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന, ഒരു തവണ പ്രതിപക്ഷ നേതാവായിരുന്ന, ഏറ്റവും സീനിയറായ കേരളത്തിലെ MLA ആയിരിക്കുന്ന ഇപ്പോഴത്തെ MLAക്ക് എന്തുകൊണ്ടാണ് ഈ ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് ഈ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുമാത്രമല്ല, പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ സ്ഥിതിയാണ് ഏറ്റവും ബഹുരസം. ഇപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് തീരദേശം ഉള്ള മണ്ഡലം, കായലോര പ്രദേശങ്ങൾ ഒരുപാടുള്ള മണ്ഡലമാണ്. അതായത് കായലോര പ്രദേശങ്ങളെ കണക്ട് ചെയ്യേണ്ട പാലങ്ങൾ ഉണ്ട് മണ്ഡലമാണ്. റെയിൽവേ ലൈൻ പ്രധാനപ്പെട്ട ഭാഗം കടന്നു പോകുന്നുണ്ട്. എന്തായാലും ഒരൊറ്റ റെയിൽവേ ഓവർബ്രിഡ്ജ് ഇല്ലാത്ത മണ്ഡലം നമ്മുടെ ഹരിപ്പാട്. എന്നാൽ ഇതെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നങ്ങ്യാറുകുളങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിനെ പറ്റിയുള്ള പ്രഖ്യാപനം വന്നതാണ്. തൊട്ടപ്പുറത്ത് കനകക്കുന്ന് പാലത്തെ പറ്റിയുള്ള പ്രഖ്യാപനം വന്നതാണ്. തൃക്കുന്നപ്പുഴ പാലം പ്രഖ്യാപിക്കപ്പെട്ടു, പണി ആരംഭിച്ച സ്ഥിതി ഇതാണ്. അപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ, മനുഷ്യന്റെ ജീവിതം പോലും ബന്ധിപ്പിക്കേണ്ട പാലങ്ങൾ, റോഡുകൾ, തീരദേശ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ, ഈ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ പോലും നടക്കുന്നില്ല എന്നത് ഹരിപ്പാട് നേരിടുന്ന ഏറ്റവും വലിയൊരു ക്ഷാപമാണ്. ആ ക്ഷാപത്തെ നമുക്ക് എങ്ങനെ മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശിച്ചത്? ആ ശാപത്തിന് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മോക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ശിവപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ, പദ്ധതികൾ പ്രഖ്യാപിക്കുക എന്നുള്ളതിനകത്ത്, പദ്ധതികൾ നടപ്പിലാക്കുന്നതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലം, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകും. അത് പരിഹരിക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. കാരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ 439 കോടി രൂപയുടെ പദ്ധതി കിഫ്ബി പദ്ധതിയിലൂടെ ഈ മണ്ഡലത്തിലേക്ക് മാത്രമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ശക്തമായ ഭാഷയിൽ നിയമസഭയിൽ കിഫ്ബിയെ എതിർത്ത മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ മണ്ഡലത്തിലേക്കാണ്, ഒരു മണ്ഡലത്തിലേക്ക് 439 കോടി രൂപയുടെ പദ്ധതികൾ ഈ ഗവൺമെന്റ് കൊടുത്തത്. ഇന്നും 140 മണ്ഡലങ്ങളിൽ കിഫ്ബിക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രചരണം അന്നത്തെ ഇദ്ദേഹത്തിന്റെ വാക്ക്. അതെ കേരളത്തിൽ, അതായത് ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ ആ പദ്ധതിയാണ് 1,10,10,000 കോടി രൂപയുടെ വികസനം ഈ കേരളത്തിൽ സാധ്യമാക്കിയത്. ഈ കാണുന്ന റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി. നിയമസഭയെ കിഫ്ബി എതിർക്കും, മണ്ഡലത്തിൽ അതെ. അതായത് നമ്മൾ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ രാഷ്ട്രീയമായി അതിനെ എതിർക്കുകയും, മണ്ഡലത്തിൽ വന്ന് അതേ സമയത്ത് ഫ്ലക്സ് അടിച്ച് അതെ മണ്ഡലത്തിൽ അതിൻ്റെ എല്ലാം പിന്നെ സ്ഥാപിക്കപ്പെട്ടത് ഞാനാലാണ് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. കാരണം എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ വികസനം നമുക്ക് സാധ്യമാക്കാൻ കഴിയൂ. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കലർത്തുമ്പോഴാണ് പല പദ്ധതികളും വികസനവും എല്ലാം നടക്കാതെ വരുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തവണ ഇടതുപക്ഷം ഇവിടെ വലിയ വിജയം നേടും.
ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. മറ്റെല്ലാ മണ്ഡലങ്ങളെയും പോലെ ഈ ഹരിപ്പാട് മണ്ഡലവും വികസന കുതിപ്പിലേക്ക് നടന്നെടുക്കുന്ന ദിനങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത് 20 വർഷമാണ്. അപ്പോൾ ആ 20 വർഷത്തെ തിരികെ പിടിക്കുക എന്നതാണ് ഹരിപ്പാട് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം പൂർത്തിയാക്കാൻ സഖാവ് TT ജിസ്മോന് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സംവിധാനത്തിലൂടെ സാധിക്കും. ഞങ്ങളെല്ലാവരും സഖാവിൻ്റെ കൂടെയുണ്ട്. ജനങ്ങളുടെ പിന്തുണ സഖാവിൻ്റെ കൂടെയുണ്ട്. ഹരിപ്പാടുകാർ മുഴുവൻ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം സഖാവിലൂടെ ഹരിപ്പാട് സാധ്യമാകും. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.